കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ വചനം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാണ് ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശരിക്കും അപ്പോസ്തലനായ പത്രോസാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം എന്ത് ചെയ്യുന്നത്? പറയുന്നത്. പത്രോസാണ് ഈ കാര്യം പറയുന്നത്. തന്റെ ജീവിതാനുഭവത്തിലൂടെയാണ് ഈ കാര്യം പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ പോലും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഏറ്റവും അപമാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്താ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള അന്നത്തെ കാലഘട്ടത്തിൽ, ഇതെഴുതിയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ പ്രയാസം, കഷ്ടം പിടിച്ച കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുന്നത് തന്നെ സമൂഹത്തിന് എന്താണ്? വെറുപ്പാണ്. മാത്രമല്ല ആ പേരിൽ അറിയപ്പെട്ടാൽ അവരെ തല പോലും എന്ത് ചെയ്തില്ല, കാണുന്നില്ല. കാരണം അത്രയ്ക്ക് എന്താണ് രഹസ്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ജീവിക്കുവാനായിട്ടിടയായിത്തീരുന്നത് രഹസ്യമായിട്ടാണ്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള, കഷ്ടതയുള്ള, ജീവൻ വരെ പോകുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. പറഞ്ഞാൽ രഹസ്യ ക്രിസ്ത്യാനികളാണ് നമ്മളുള്ളത്. ഇതുള്ളത് രഹസ്യമായിട്ട് ആരാധിക്കുന്നതാണ്. ഏതെങ്കിലും വീടുകളിലോ ഏതെങ്കിലും എന്താണ് ആ മരത്തിന്റെ ചുവട്ടുകളിലും ഏതെങ്കിലും ഗുഹകളിലും വനാന്തരങ്ങളിലും ഒക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളാണെന്നുള്ളത്. അവരുടെ ആ സ്തോത്രം അന്ന് ക്രിസ്തു മതമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ചുരുക്കമാളുകൾ മാത്രമേ എന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് അധികം ശക്തിയോടെ വിളിച്ചു പറയുക, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ അപമാനകരമായി തീരുന്ന ഒരു വസ്തുത. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പ്രയാസമുള്ള ഇന്ന് ഭയങ്കര ക്രിസ്ത്യാനി എന്ന് പറയുന്ന അഭിമാനമല്ലേ? ആണോ? ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അപമാനമല്ല, പിന്നെന്താണ്? അഭിമാനമാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്? പക്ഷേ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇന്നത്തെ കാര്യങ്ങൾ. കാരണം അതിന് ഒരു പ്രശ്നമൊന്നുമില്ല. യേശുവിനറിയാൻ പോയി എന്ന് പറഞ്ഞാൽ ആരും ചെയ്തില്ല. പിന്നെ സമുദായക്കാരൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതല്ലേ അങ്ങനെ തീർന്നു പോകും, അങ്ങനെ നിന്ന് പോകും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നത്, ഇന്നാരും കൊല്ലത്തൊന്നുമില്ല, ഇന്നാരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. നമ്മുടെ വടക്കേക്ക് എന്തെങ്കിലുണ്ട്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. വലിയ പ്രതിസന്ധികളൊന്നും ഇല്ല. പക്ഷെ അന്നത്തെ കാലം നേരെ എന്താണ്? ആ പത്രോസിന്റെ അനുഭവം എന്നറിയാമോ? പത്രോസ് ഈ ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെടുക, യേശുവിന്റെ അനുഗാമിയായിട്ട് അറിയപ്പെടാൻ പത്രോസും എന്ത് ചെയ്തില്ല? അത് ഇഷ്ടമില്ലായിരുന്നു. റീസൺ ഞാൻ പറയാം. ഇഷ്ടമില്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ലൂക്കോസ് സുവിശേഷം 22:54 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 22:54 നമുക്കറിയാവുന്നതാണ്. യേശുവിനെ തള്ളി പറഞ്ഞ ആ ഒരു സംഭവമാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. കൊണ്ടുപോയി പത്രോസ് അകലം വിട്ട് യേശുവിനെ എന്ത് ചെയ്തു? സംഭവം അകലം വിട്ട് യേശുവിനെ പിൻചെന്നു.
തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവനും ആരോട് കൂടെ ഉണ്ടായിരുന്നു? യേശുവിന്റെ അനുയായിയാണ് ഇവനെന്ന് ആ ബാല്യക്കാരൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല. ക്രിസ്ത്യാനി യേശുവിന്റെ അനുയായി, യേശുവിന്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞാൽ അവന്റെ ജീവിതം എന്താണ്? പക്ഷെ അവൻ പറഞ്ഞെന്താ? അറിയുന്നില്ല. ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെടാൻ അറിയുന്നില്ല ഇല്ലേ? അവൻ പശ്ചാത്തലത്തിൽ ഒരു നിമിഷത്തിൽ അവൻ യേശുവിനെ തള്ളി പറയുകയാണ്. അവൻ യേശുവിനെ അറിയില്ല എന്ന് പറയുകയാണ്. യേശുവിനെ നന്നായിട്ട് അറിയാവുന്നവൻ, യേശുവായിട്ട് നല്ല ബന്ധമുള്ളവൻ, യേശുവായിട്ട് ശക്തമായി നിന്ന് അവൻ പറയുക, ഞാൻ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നതേ ഇല്ല. അറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിരിക്കുന്ന ചൂടുകൊള്ളായിരിക്കുന്ന കുറെ ആളുകൾ വളർന്നുണ്ട്. അതെല്ലാം കൂടെ പക്ഷെ അവിടെ ഒലിഞ്ഞു മാറി അവൻ എന്ത് ചെയ്തു? അടുത്തത് പക്ഷേ മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവരല്ലയോ? മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത്? ഞാൻ അവന്റെ കൂട്ടത്തിലുള്ളതാണെന്നോ? പിന്നെയും അവൻ ചെയ്തു. അടുത്തത് ഏകദേശം 1 മണി നേരം കഴിഞ്ഞാൽ ഇവനും അവനോട് കൂടെ ആയിരുന്നു സത്യം. ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ യേശുവിന്റെ നാമത്തിൽ യേശുവിനെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇതിലും കഷ്ടമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം ഇതിലും കഷ്ടമായിരുന്നു. യേശു ജീവിച്ചിരിക്കുന്ന ഈ സമയമാണ്. പക്ഷെ ഇതിലും കഷ്ടമായിരുന്നു അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. യേശുവിനെ തള്ളി പറഞ്ഞാൽ ജീവൻ രക്ഷപ്പെടാം. യേശുവിനെ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ മരണം മാത്രം മുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. മനസ്സിലാക്കി ആ പത്രോസ പറഞ്ഞത് ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ വന്നപ്പോൾ, അഭിഷേകം പത്രോസിന്റെ മേൽ വന്നപ്പോൾ, അഭിഷേകത്തിന്റെ മേൽ വന്നപ്പോൾ അവൻ ശക്തിയോടെ വിളിച്ചു പറയുക, ഇല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ലജ്ജിക്കരുത് എന്ന് പറഞ്ഞ് പത്രോസ് അത് ശക്തിയോടെ ലേഖനം എഴുതുകയാ. ലജ്ജിക്കരുത്, അവന്റെ നാം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ്. യേശുവിനെ തള്ളി പറഞ്ഞ ഈ പത്രോസിന്റെ നാവിൽ കൂടി തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ എഴുതിപ്പിക്കുവാൻ അവന് പ്രേരണ നൽകി. ഇതുപോലെ മാർഗം വേറെയില്ല. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. ആ മർമ്മം അവനിൽ കൂടി തന്നെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിക്കുക. തള്ളിക്കളഞ്ഞെങ്കിൽ തള്ളിപ്പറഞ്ഞെങ്കിൽ അവനോട് തന്നെ ദൈവം ശക്തിയോടെ വിളിച്ചു പറയുക, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹിമപ്പെടുത്തുകയോ. ഇന്നത്തെ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ രോഗം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ അയൽവക്കക്കാരോടുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ എന്താണ് മറ്റ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളെ, പിന്നെന്താണ് സഭയിലുള്ള പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ കഷ്ടതയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആണോ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചവരുണ്ടോ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് പീഡനം കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അന്നത്തെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. അന്നത്തെ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്തല്ല. ഇന്ന് എന്തായാലും ഇന്നത്തെ സാക്ഷികൾ പറയാൻ എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് നല്ലവരൊക്കെ ആയിരുന്നു, ഒരാഴ്ചക്കാലം ദൈവത്തെ എന്ത് ചെയ്തു, അനുഗ്രഹിച്ചു, എന്റെ മോനെ എന്ത് ചെയ്തു, നല്ലൊരു ജോലി കിട്ടി, അവന്റെ കുടുംബജീവിതം എന്ത് ചെയ്തു
നല്ലൊരു വാക്കായി അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഭൗതികമായി. പക്ഷെ അന്നത്തെ സാക്ഷി എന്താണെന്നറിയാം? ചിന്തിച്ചോക്കെ, മനസ്സിൽ ചിന്തിച്ചോക്കെ. അന്ന് ഇങ്ങനെ രഹസ്യമായി കൂടി വന്ന് ആരാധിക്കുന്നിടത്ത് ആവശ്യം ഏജന്റ് ഒരു സാക്ഷ്യം പറയുമെങ്കിൽ എന്ത് പറയും? എങ്ങനെ പറയും? എന്ത് പറയും? എങ്ങനെ പറയും? ചിന്തിച്ചോക്കെ. പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം, ഞാൻ യേശുവിനെ എന്റെ സ്വന്തം കർത്താവായി സ്വീകരിച്ചതുകൊണ്ട് എന്റെ ദേശക്കാരെല്ലാം എന്നെ എന്ത് ചെയ്തു? വിലക്കയ്യെന്ന് കൽപ്പിച്ചോ, എന്നെ പള്ളിയിൽ നിന്നും പുറക്ക് കൽപ്പിച്ചോ. അവർ എന്നെ പിടിക്കാൻ, എന്നെ കൊല്ലാൻ വേണ്ടി അവർ വട്ടം കൂടി, ആളുകളെ കൂട്ടി എന്നെ പിടിച്ചു കെട്ടാൻ വേണ്ടി. പക്ഷെ എന്റെ ദൈവം എന്നെ എന്ത് ചെയ്തോ? അവരുടെ ഇടയിൽ നിന്നും അവരുടെ നടുവിൽ നിന്നും എന്നെ വിളിച്ചോ, എന്നെ പുറത്തു കൊണ്ടുവന്നോ. ദൈവശക്തി എന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട്, ദൈവകൃപ എന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് അതിൽ ആ കഷ്ടതയെ അതിജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ വരുന്ന വഴിക്ക് ഒരു കൂട്ടം ജനം ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടാൻ, പക്ഷെ അവരുടെ കണ്ണിൽ ദൈവപ്പെടാതെ എന്നെ സൂക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഇത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് പറഞ്ഞു അടുത്ത പറയാനായിട്ട് പറയുക. അവിടെ മറ്റേ കുടുംബക്കാരെല്ലാം കൂടെ എന്നെ പിടിച്ചെന്ത് ചെയ്തു? എന്നെ ഉപദ്രവിച്ചോ, എന്നെ പീഡിപ്പിച്ചോ. എന്ത് പറഞ്ഞ അവരെന്ത് ചെയ്യണം? സാക്ഷ്യം പറയുകയാണ്. അന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സുഖകരമായ കാര്യമല്ല, അതൊരു സന്തോഷമുള്ള കാര്യം അല്ല. പീഡനം വരുമ്പോൾ എന്ത് ചെയ്യാം? മുമ്പിലുണ്ട്. ഭയമാണ് അവരുടെ ഹൃദയത്തിൽ, പേടിയാണ് അവരുടെ ഹൃദയത്തിൽ. ഏത് നിമിഷവും മഹാപുരോഹിതന്മാർ എന്ത് ചെയ്യാം? മുമ്പിൽ വരാം. ഏത് നിമിഷവും അവരുടെ ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരാം. അങ്ങനെയുള്ളവരെ കൊന്നുകളയാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ കൂട്ടരെന്നുണ്ട്. പൗലോസിനെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പല്ല, പല ഗ്രൂപ്പുകൾ എന്ത് ചെയ്യണം? ഇവരെ തിരഞ്ഞു പിടിച്ച് നടക്കുക. ക്രിസ്ത്യാനികളുണ്ടോ എന്ന് നോക്കി എന്ത് ചെയ്യണം? തിരഞ്ഞു പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യും? നീറോയുടെ കാലഘട്ടത്തിലൊക്കെ പിടിച്ച് അവരെ കണ്ടാൽ ഉടനെ പിടിച്ച് എന്ത് ചെയ്യണം? നീറോയുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ കൊണ്ടു ചെല്ലണമെന്ന് കൽപ്പനയുണ്ട്. അവരെ നേരിട്ട് കണ്ടാൽ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ അവരെ പിടിച്ചു കെട്ടി എന്ത് ചെയ്യണം? രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തണം. അവൻ യേശുവിനെ തള്ളി പറയണം, അവൻ ക്രിസ്ത്യാനി അല്ല എന്ന് പറയണം. അവരുടെ ദൈവം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ജീവൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? രക്തസാക്ഷിയായി ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് യേശുവിനുണ്ട്. എന്റെ നാമനിമിത്തം ആരെങ്കിലും അവരുടെ പ്രാണനെ കളഞ്ഞാൽ അതിനെ അവർ നേടും. അതിനെ അവർ നേടും. ആരെങ്കിലും എന്റെ നാമനിമിത്തം അത് ഉപേക്ഷിച്ചാൽ അതിനെ അവർ എന്ത് ചെയ്യും? കളയും. ഈ വചനം ഇവിടെ ഹൃദയത്തിന്റെ അകത്ത് ഇല്ല. അതിന് ക്രിസ്തുവിന്റെ നാമം ഏറ്റിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് എന്റെ ആത്മാവിനെ നേടണം. എനിക്ക് എന്റെ ആത്മാവിനെ നേടണം. എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ ആത്മാവ് നശിച്ചു പോകാൻ പാടില്ല. എന്റെ ആത്മാവ് ഇവിടെ തീർന്നാൽ, ഇവിടെ ഞാൻ മരിച്ചു വീണാലോ, എന്റെ കർത്താവിനോട് വസിക്കുന്ന ഒരു സുദിനം അവർ സ്വപ്നം കണ്ട് ആ പ്രത്യാശയോടെ അവർ ജീവിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചോണം, ക്രിസ്ത്യാനിയായി കഷ്ടസഹിക്കേണ്ടി വന്നാൽ അത് അഭിമാനമായിട്ടാണ് അന്ന് എത്തിയത്. അതിന് പക്ഷെ മറ്റുള്ളവരുടെ ഇടയിൽ എന്താ പറയുക, അപമാനമായിട്ടാണ് അന്നത്തെ സമൂഹം എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ആ ഭാഗത്തിന്റെ ഒരു വാക്യത്തിന്റെ മുകളിലത്തെ 1-2 വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? അതിൽ 14 ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. പിന്നെന്താണ്? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളെല്ലാവരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ട്
വേറെ ഏതെങ്കിലും ഒരു പേരിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശാസ്ത്രം സഹിക്കേണ്ടത്. ക്രിസ്തുവിന്റെ നാമനിമിത്തം. അടുത്തൊരു കാര്യം പറയുന്നത് നമ്മുടെ കഷ്ടമല്ല, ഈ പല കാര്യത്തിൽ ഇടപെടുന്നതുമായിട്ടുള്ള കഷ്ടങ്ങളാണ്. ശരിയല്ലയോ? അല്ലയോ? നമ്മുടെ സാമ്പത്തിക പ്രശ്നം, നമ്മൾ അവര് ഇങ്ങനെ അയൽവക്കാരുമായിട്ടുള്ളത്, സഭക്കാരുമായിട്ടുള്ളത് എന്ന് വേണ്ട അങ്ങനെ പല കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള കഷ്ടം. ഇതാ നമ്മുടെ കഷ്ടമെന്ന് പറയുന്നത്. നമ്മൾ അല്ലാത്തവരുണ്ട് കേട്ടോ, ശരിക്കും അല്ലാത്തവരുണ്ട്. നിമിത്തമൊക്കെ ഒത്തിരി കഷ്ടത അനുഭവിച്ചവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചുരുക്കമാണ്. ഉപദ്രവേറ്റവരുണ്ട്, കുടുംബത്തിന്റെ അകത്തിന് പുറത്താക്കപ്പെട്ടവരും, ഹല്ലേലൂയ സ്തോത്രം, ഷെയർ കൊടുക്കാത്തതും, ഇല്ലയോ? ഷെയർ കൊടുക്കാത്തതും മാത്രമല്ല ഉപദ്രവവും. അകത്ത് എന്ത് ചെയ്യും, റൂമിലൊക്കെ കൂട്ടിയിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ എന്തുണ്ട്, അങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചു വന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ കൂടുതൽ കഷ്ടത എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. പല കാര്യത്തിൽ ഇടപെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ കഷ്ടതയായിട്ട് തീരുന്നത്. പക്ഷെ അതല്ല ക്രിസ്ത്യാനിയായിട്ട് ഹല്ലേലൂയ കഷ്ടം സഹിക്കേണ്ടി വന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇവിടെ വായിച്ചല്ലോ, അത് ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ നാമം ധരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് കൊണ്ട് അങ്ങനെ വന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതാണ് ഇവിടെ വ്യക്തമായി കർത്താവ് ഇവിടെ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തുമാണ് ദൈവത്തെ അവിടെ വായിച്ച ഒഴിവാക്കി പറയുന്നത്? എന്തുവാ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ ദിനമല്ല, അന്നത്തെ ആദ്യകാല സഭകളല്ല, ദൈവത്തിന് എന്തെങ്കിലും മഹത്വം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്തടുത്തേക്ക് പോകാൻ മനസ്സിലായത്. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നേ? നമ്മളാണെങ്കിൽ ഉപദ്രവിച്ചാൽ കേസ് കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും, അവനെ കോടതിക്ക് തെറ്റും, അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, ഇല്ലയോ? അതൊക്കെ നാമം ധരിച്ചുകൊണ്ട് കർത്താവേ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഉപദ്രവം കേൾക്കാൻ ദൈവം എന്നെ സഹായിച്ചു സ്തോത്രം എന്ന് പറഞ്ഞ് പോവോ? അവനെ സ്റ്റേഷനിൽ കയറ്റി എന്ത് ചെയ്യും? അവനെ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഭാഗ്യം നൽകി ദൈവത്തെ പുകഴ്ത്തി കൊടുത്തു. കർത്താവേ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, ക്രിസ്തുവിനെ ഉപദ്രവേൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയല്ലോ, അതിനായി സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഭാഗ്യം കിട്ടി അവർ ഭാഗ്യവാന്മാരാ. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം, അവരുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലിയതാ. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നീ എന്നെ അതിനു വേണ്ടി അത് ഉപയോഗിച്ചല്ലോ, നീ എന്നെ അതിനു വേണ്ടി കണ്ടല്ലോ കർത്താവേ. മൂന്നിടത്ത് മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് തിരിച്ചിരിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൂന്നിടത്ത് മാത്രമാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് പറയുന്നത് കഷ്ടം സഹിക്കുന്ന ക്രിസ്ത്യാനി. ആരാണ് ക്രിസ്ത്യാനി? ഒന്ന്, കഷ്ടം സഹിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കണം. അതിന്റെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ കഷ്ടം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ നാമം നിമിത്തം എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കഷ്ടം സഹിക്കുന്നതല്ല. പിന്നെ എന്താണ്? എന്തെങ്കിലും പറഞ്ഞിട്ട് കഷ്ടം സഹിക്കുന്നതല്ല, ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം സഹിക്കുന്നവൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം സഹിക്കുന്നവനായിരിക്കണം. അത് ഈ ഭാഗത്താണ് പറയുന്നത്. ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട് കഷ്ടം സഹിക്കേണ്ട ക്രിസ്ത്യാനി ഭാഗ്യവാനാണ്. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ വെറുപ്പുണ്ടാകാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, അവന് കേസ് കൊടുക്കാൻ പാടില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ ആരുടെ കഷ്ടം സഹിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുവാൻ. രണ്ടാമത്തെ ക്രിസ്ത്യാനി ആര് എന്നുള്ള ചോദ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 11:26
ക്രിസ്ത്യാനി ആരാധിക്കണം? ശിഷ്യനായിരിക്കണം. ക്രിസ്ത്യാനി ആരാധിക്കണം? ശിഷ്യന്മാർക്ക് അപേക്ഷിക്കുക അല്ലേ? ക്രിസ്ത്യാനി ആരാധിക്കണം? യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കണം. എന്തൊക്കെ വേണ്ടിയല്ല കേട്ടോ. അതിൽ നമുക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. അതിൽ ആ സ്തോത്ര സ്നാനപ്പെട്ടത് ബന്ധുക്കുസാരാൻ വേണ്ടിയല്ല. സ്നാനപ്പെട്ട ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ മാർഗം അനുകരിക്കാൻ, ക്രിസ്തുവിനെ അനുകരിക്കാൻ. അതുകൊണ്ട് ആരും ക്രിസ്ത്യാനിയായിരിക്കണം. ഒന്ന്, കഷ്ടം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണ് ക്രിസ്ത്യാനി. രണ്ട്, ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനായി തീരാൻ വേണ്ടിയാണ് തീരുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയായിരിക്കണം. 26-ാം അധ്യായം 28-29 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 26, 28, 29 വാക്യങ്ങൾ പഠനം. ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അഗ്രിപ്പ പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. സമ്മതിക്കുന്നുവോ? ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ ചെയ്യുന്നുവോ? നീ സമ്മതിക്കുന്നുവോ? ആ ഭാഗത്ത് ക്രിസ്ത്യാനിയായിരിക്കണം. ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുന്ന ക്രിസ്ത്യാനിയുടെ 3 ഡെഫിനിഷൻ പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ. 2, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുന്നവരാണ് ക്രിസ്ത്യാനി. 3, ഹല്ലേലൂയ സ്തോത്രം, എന്താണ് പറയുക, യേശുവിന്റെ ശിഷ്യനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ സ്തോത്രം. ഈ 3 എടുത്താണ് ക്രിസ്ത്യാനി എന്ന പദം എന്തെങ്കിലും കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് എന്താണ്? ഈ വായിച്ച 11-26 വാക്യത്തിലാണ് ആ പദം പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത ഒരു പദമല്ല. ആണോ? ഇല്ല. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു കൂട്ടത്തെ എല്ലാവരും കളിയാക്കി വിളിച്ചൊരു പേരാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പോലെ ഇലക്ട്രിക് വിളിക്കുന്നത് പോലെയാണ്. അന്ന് ജനമെല്ലാം എന്ത് ചെയ്തു? വിളിച്ചത് നമ്മളെ വരും. നമ്മളെ എന്താ വേറൊരു പേര് വിളിക്കും. ചില പേരൊക്കെ ചിലർക്കൊക്കെ ഉണ്ട് പറയുന്നല്ലോ. അപ്പൊ അങ്ങനെ വിളിക്കുന്നത് പോലെ എന്താണ്? കളിയാക്കി വിളിക്കുന്ന പേരായിരുന്നു ഇന്നും ചിലവരൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ കളിയാക്കി വിളിക്കുന്നവരുണ്ട്. അങ്ങനെ കളിയാക്കി വിളിച്ച് അതെന്തായി? സ്ഥിത ഒരു നയമായിട്ട് മാറി. സ്ഥിത ഒരു പേരായിട്ട് മാറി. അവസാനം അവര് തന്നെ എന്ത് ചെയ്തു? ഇത്താക്കി കളിയാക്കി വിളിക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ പേര്. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഈ കൂട്ടരെ ക്രിസ്ത്യാനി എന്നുള്ളത് ഒരു നാമധേയത്തിൽ അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ പേര് പറഞ്ഞത് ഹല്ലേലൂയ. അല്ലാതെ ചിന്തിച്ച് കൂട്ടി ഇട്ട ഒരു പേരല്ലത്. അത് ജനങ്ങളിട്ട പേരാണ്. അവിടുത്തെ യൂതന്മാരും അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവരും അവരെ ഇട്ട ഒരു പേരാണ്. അവിടുത്തെ സമൂഹം ഇട്ട ഒരു പേരാണ്. ആ പേര് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അത് വ്യാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ പേരിന്റെ വ്യാപനം തന്നെ എന്ത് ചെയ്യുന്നു? അത് വ്യാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. അത് ക്രിസ്തുവിന്റെ നാമധേയത്തിലുള്ളതായതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ അറിയപ്പെട്ടു. അങ്ങനെ ക്രിസ്തുവിന്റെ നാമം ധരിച്ചുകൊണ്ട് അവർ രക്തസാക്ഷികളായി മാറി. യേശുവിന്റെ ശിഷ്യന്മാർ ഒരാൾ വിളിച്ച് ബാക്കി എല്ലാവരും എന്തായിരുന്നു? രക്തസാക്ഷികളായിരുന്നു. ആ ഒരാൾ എന്ന് പറഞ്ഞ ആരാ? യോഹന്നാൻ അപ്പോസ്തലനാണ്. അവനെ കൊല്ലാൻ കഴിയാനിട്ട അവനെ കൊല്ലാൻ ചിത്രം വായിക്കുമ്പോൾ അവനെ തീക്കകത്ത് അല്ല എണ്ണക്കകത്ത് തീർച്ചവാദം കൊണ്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി അവനെ പക്ഷെ എന്ത് ചെയ്തില്ല? നടന്നില്ല. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യാണ്? പിന്നെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് പത്മോസിലേക്ക് ഇട്ടത് ആളുകൾ അവിടുന്ന് തിരിച്ചാരും തിരിച്ചിട്ട് ഇതുവരെ ആ ചരിത്രവും തിരുത്തി. ആ ചരിത്രം തിരുത്തി അവിടെ തിരിച്ചു വന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആരേ ഉള്ളൂ? യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ ഉള്ളൂ. തിരിച്ചു കൊണ്ടുവന്നു. കാരണം അന്നത്തെ സമൂഹത്തിന് ഹല്ലേലൂയ സ്തോത്രം ടൈറ്റസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്നത്തെ രാജാവിന് തത്തുല്യന് അവരുടെ തലവേദനയായിരുന്നു. ഹല്ലേലൂയ അവരെ കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ. നല്ല പ്രായാധിക്യം
തിരിച്ചറിയുക. ക്രിസ്തുവിന് വേണ്ടി നിന്നവർ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചവർ ആയിരക്കണക്കിനാണ്. രക്തസാക്ഷികളായി തീർന്നവർ കോടിക്കണക്കിന് ജനമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിനേക്കാളോ അനവധി ആളുകൾ രക്തസാക്ഷികളായി തീരുവാനിടയായിത്തീർന്നു. യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയായി തീരുവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ശക്തിയോടെ യേശുവിനെ രക്ഷകനാണ്, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതാണ് എന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനായി ഇടയായിത്തീരുന്നു. പലരും അങ്ങനെ മരിക്കുവാനിടയായിത്തീരുന്നു. ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ നമ്മൾ തിരിച്ചറിയൂ. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ദൈവം നല്ല അഭിമാനമായിട്ട് ദൈവം അഭിമാനമായിട്ട് അല്ലെ മാനം തോന്നുന്നതിൽ എന്ത് ചെയ്യല്? ലജ്ജ തോന്നുന്നത്. മാനം തോന്നുന്നതിൽ ലജ്ജ തോന്നുന്നത്. അത് മാനിക്കപ്പെടലോ അത് ലജ്ജ തോന്നുന്നത്. ലജ്ജ തോന്നുന്നതിൽ എന്തെങ്കിലും മാനം തോന്നരുത് കേട്ടോ. ലജ്ജിക്കേണ്ടത് എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയെ കഷ്ടം സഹിക്കുന്നത് അതിൽ എന്ത് ചെയ്യല്? ലജ്ജ തോന്നരുത്. ജീവിക്കാൻ ദൈവം നമുക്ക് കണ്ണുകൾ അടച്ചു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു ബലപ്പെടുത്തട്ടെ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുമ്പോൾ